ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആർട്ട് ഐഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ്. ഒരു വയർലെസ് മൈക്കാണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഡിജിടെക്കിൻ്റെ DWM104 എന്ന് പറയുന്നൊരു മോഡൽ വയർലെസ് മൈക്കാണിത്. ഇതിന് 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചിലവിൽ നമുക്ക് നല്ല ക്വാളിറ്റി സൗണ്ട് റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് കമ്പനി അവകാശപ്പെടുന്നത് 150 മീറ്റർ വയർലെസ് ട്രാൻസ്മിഷനാണ്. അതേപോലെ തന്നെ 10 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട്. DSLR ക്യാമറയ്ക്കും ആൻഡ്രോയിഡ് ഫോണുകൾക്കും അതേപോലെ തന്നെ ഐഫോണുകൾക്കും ഇത് സപ്പോർട്ട് ചെയ്യും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ഭംഗിയുള്ളൊരു ബോക്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിനൊരു കാറ്റലോഗ് ഉണ്ട്. ഇങ്ങനെയാണ് 3 മൈക്കുകളും ഉള്ളത്. 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് ഉള്ളത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിതിൽ വന്നിട്ടുള്ള ആക്സസറീസ് എന്താണെന്ന് നോക്കാം. ഇതിൽ കുറേ ആക്സസറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ആദ്യം തന്നെ ഉള്ളത് 2 വിൻഡ്ഷീൽഡാണ് കേട്ടോ. വിൻഡ്ഷീൽഡ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ട്രാൻസ്മിറ്ററിൽ കൊടുക്കാം. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോയ്സ് ഒന്നും ഇല്ലാണ്ട് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് 2 ഹെഡ്ഫോണാണ്. നമുക്കിത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്ഫോൺ 2 എണ്ണം വരുന്നുണ്ട്. നല്ലതാണെന്ന് തോന്നുന്നു, നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ വരുന്നത് 2 USB കേബിളുകളാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 2 കേബിളുകൾ വരുന്നുണ്ട്. ഒന്ന് ടൈപ്പ് C to ടൈപ്പ് C, ആൻഡ്രോയിഡ് ഫോണുകൾക്കൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും, ഒന്ന് ടൈപ്പ് C to ലൈറ്റ്നിങ് കേബിളാണ്. നമുക്ക് ഐഫോണുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളും വരുന്നുണ്ട്. ഇനി വരുന്നത് ഈ ഒരു കവറാണ്. ഈ കവറിൽ വരുന്നത് ഒരു 3 കേബിളുകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള കേബിളാണ്. അതേപോലെ തന്നെ ഈ വരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കേബിളാണ്. പിന്നെ ഉള്ളത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ വരുന്നുണ്ട്. നമുക്കിത് 3 ഡിവൈസും ഒരുമിച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർജിങ് കേബിളാണ്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഒരു സിം ഇജക്ടർ പിന്ന്. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൈക്ക് പരിചയപ്പെടാം. 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണുള്ളത്. ഇനി അതിൻ്റെ ട്രാൻസ്മിറ്ററിൽ വരുന്ന ബട്ടൺസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സൈഡിലാണ് 3 ബട്ടൺ വരുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഓൺ ഓഫ് ബട്ടൺ, അത് തന്നെയാണ് മ്യൂട്ട് ബട്ടണും. പിന്നെ ഇത് പെയർ ബട്ടണാണ്. ഈ സൈഡിൽ വരുന്നത് നോയിസ് ക്യാൻസലേഷൻ ബട്ടണാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഹോളുണ്ട്. ഇതാണ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോള്. പിന്നെ ഇവിടെ വരുമ്പം ഇത് മൈക്ക് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഇൻബിൽറ്റ് മൈക്കാണ്. പിന്നെ നമുക്ക് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ളൊരു ക്ലിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് വരുന്നത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്. ഈ 2 ട്രാൻസ്മിറ്ററുകളും ഒരേപോലെ തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ റിസീവർ നോക്കാം. റിസീവറിൽ മുകളിൽ 2 ഹോൾസാണുള്ളത്. ഇത് ക്യാമറയിലേക്ക് ഔട്ട് കൊടുക്കാനുള്ള പോർട്ട്, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ഔട്ട്, മോണിറ്റർ ചെയ്യാനുള്ള ഹെഡ്ഫോൺ ഔട്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പം Aയും B എന്ന് പറഞ്ഞിട്ട് 2 ബട്ടൺസ് കാണാം. ഇത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതാണ്. അതേപോലെ തന്നെ സെൻറ്ററിൽ വരുന്നത് നമുക്ക് ഓൺ ഓഫ് ബട്ടണും അതേപോലെ തന്നെ മോണോ സ്റ്റീരിയോ ആക്കാനുള്ള ബട്ടണാണ്. ഇവിടെ തന്നെ റീസെറ്റ് ഹോൾസ് ഉണ്ട്.
പിന്നെ ഇത് USB പോർട്ടാണ്, നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫോണിലേക്കൊക്കെ ഓഡിയോ എടുക്കാനും സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ട്രാൻസ്മിറ്റർ റിസീവർ ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഓണായി വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഓണാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് പെയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗോഡോക്സിൻ്റെ ഒരു മൈക്കാണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഡിജിടെക്കിൻ്റെ ഈ മൈക്കൊന്ന് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ മൈക്ക് മാറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡിജിടെക്കിൻ്റെ DWM-104 എന്ന് പറയുന്ന ഈ മോഡൽ വയർലെസ് മൈക്കാണ്. ഇതിലൂടെ കേൾക്കുന്ന ഓഡിയോ ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ മൈക്കിൻ്റെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. 150 മീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഏറെക്കുറെ കുറച്ച് ദൂരത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ദൂരത്തേക്ക് പോകുന്തോറും ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ സൗണ്ട് നല്ല ക്വാളിറ്റി സൗണ്ട് വേണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ വയർലെസ് മൈക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വയർലെസ് ആയിട്ട് നമുക്കിങ്ങനെ മാറി നടന്ന് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറെക്കുറെ 80 മീറ്ററോളം നമ്മളിങ്ങ് മാറിയിട്ടുണ്ട്. $150 മീറ്റർ വരെയൊക്കെയാണ് കമ്പനി പറയുന്ന റേഞ്ച്. അങ്ങനെ നമ്മളിപ്പോൾ 100 മീറ്റർ വരെ വന്നിട്ടുണ്ട്. ഇവിടെ വരെ നമുക്ക് സ്മൂത്തായിട്ട് സംസാരിച്ചുകൊണ്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിജിടെക്കിൻ്റെ DWM-104 മോഡൽ മൈക്ക്, വയർലെസ് മൈക്ക്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവാണ്. ഈ ഒരു റേറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.